ഞാൻ പറഞ്ഞതെന്താണ്? പെൺകുട്ടികൾ ജനിച്ചാൽ അതിന്റെ പേരിൽ ഭർത്താവിനെ ആക്ഷേപിക്കണ്ട, ഭർത്താവ് ഭാര്യയും ആക്ഷേപിക്കേണ്ട, വിവരക്കേടാണ്. അള്ളാഹു നിശ്ചയിച്ചത് ഓരോരുത്തർക്കും ലഭിക്കും. അമ്പിയാക്കൾക്ക് വരെ അവന്റെ തീരുമാനമനുസരിച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. പെൺകുട്ടികളില്ലാഞ്ഞിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അള്ളാഹു അവർക്ക് നീ ഖൈറായ പെൺകുട്ടികളെ നൽകണം റഹ്മാനെ. ആൺമക്കളില്ലാഞ്ഞിട്ട് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. അവർക്ക് നീ ഖൈറായ ആൺമക്കളെ നൽകണം റഹ്മാനെ. ഇന്നും ഇന്നലെയുമൊക്കെ മക്കളില്ലാഞ്ഞിട്ട് ദിക്ർ എഴുതി വാങ്ങിയവരും അതുപോലെ ദുആ ചെയ്യാൻ പറഞ്ഞവരും നേർച്ച വന്നവരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ നീ ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. നമ്മൾ അധികാരമൊന്നും നമ്മുടെ കൈവശത്തിലല്ല, അധികാരം മുഴുവനും അള്ളാഹുവിനാണ്. ഈ ബോധം നമുക്ക് വേണം. മറ്റൊന്ന്, അള്ളാഹു സൂചിപ്പിച്ചത് കണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സൂചിപ്പിച്ചത് കണ്ടോ നിങ്ങൾ? എന്താണ്? ലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുകും വഇയ്യാഹും. നിങ്ങൾക്കും മക്കൾക്കുമൊക്കെ ഭക്ഷണം തരുന്നവൻ നമ്മളാണ്. അതുകൊണ്ട് നിങ്ങൾ മക്കളെ ഭക്ഷണം കൊടുക്കേണ്ടി വരും, ഞെരുക്കം പിടിച്ചു പോകുന്നു വിചാരിച്ചിട്ട് കൊന്നുകളയരുത്. എത്ര അർത്ഥവത്താണ് ആ വാചകം. ഇപ്പോഴും നിങ്ങൾ നോക്ക്, ക്ഷേമം ഉണ്ടാകാൻ, നല്ല സമ്പന്നമായ കുടുംബമാകാൻ മക്കളെ കൊല്ലുന്ന മനുഷ്യന്മാര്. പക്ഷെ കൊല്ലുന്നത് പലപ്പോഴും ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലുകയാണ്. മക്കാ മുശ്രിക്കുകൾ ജനിച്ചതിന് ശേഷമേ കൊന്നിട്ടുള്ളൂ. നമ്മളിൽപ്പെട്ട പലരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലാൻ പോവാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലേ? സുബ്ഹാനല്ലാഹ്. ഓ സഹോദരിമാരെ, സഹോദരന്മാരെ, സന്താനോൽപാദനത്തിന്റെ വഴി തന്നെ തടഞ്ഞു വെക്കുന്ന ഏർപ്പാട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതല്ല കേട്ടോ. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത് എന്താണ്? അതേ നിക്കാഹിന്റെ ഖുതുബകളിൽ നിങ്ങൾ കേൾക്കാറില്ലേ? തസവ്വജുൽ വലൂദൽ വദൂദ്. ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുവീൻ. ഭർത്താക്കന്മാരെ സ്നേഹിക്കുന്ന സ്ത്രീകളെ വിവാഹം കഴിക്കുവീൻ. ഭർത്താവിനെ സ്നേഹിക്കുന്ന സ്ത്രീയാണെന്ന് വിവാഹത്തിന് മുമ്പെങ്ങനെ മനസ്സിലാകും? ധാരാളം പ്രസവിക്കുന്ന സ്ത്രീയാണെന്ന് വിവാഹത്തിന് മുമ്പെങ്ങനെ മനസ്സിലാകും? അതിന് പണ്ഡിതന്മാരവിടെ വിശദീകരണം നൽകി. ആ കുടുംബത്തിലുള്ള സ്ത്രീകൾ, കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകളുള്ള കുടുംബത്തിൽ വിവാഹം കഴിക്കുക. ഭർത്താവിനെ ശരിക്ക് സ്നേഹിക്കുന്ന പെൺകുട്ടികളുള്ള കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുക. എന്നിട്ട് എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഫഇന്നീ ഉബാഹി ബികുമുൽ ഉമം. ഓ സമുദായമേ, ഖിയാമത്ത് നാളിൽ വരുമ്പോ എനിക്ക് എന്റെ ഉമ്മത്തിനെ കുറിച്ച് അഭിമാനം പറയാൻ എന്റെ ഉമ്മത്ത് ധാരാളം ഉണ്ടാകണം. എന്റെ ഉമ്മത്തിൽ ധാരാളം ആളുകൾ ഉണ്ടാകണം. അതിന് എന്റെ ഉമ്മത്തിനെ കൊണ്ട് എനിക്ക് അഭിമാനം പറയാൻ നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും. ചോദിക്കട്ടെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശഫാഅത്ത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിമേ, നീ കുട്ടി 1 2 മതി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുട്ടി 1 2 3 മതി എന്ന് പറയുന്ന ഏതെങ്കിലും ആശയത്തെ പിന്തുണക്കാൻ പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നീ പ്രിയം വെക്കൊന്നില്ലേ? ആ നബി തങ്ങളുടെ കൽപ്പന സ്വീകരിക്കേണ്ടതില്ലേ? ചോദിക്കട്ടെ, എന്റെയും നിങ്ങളെയും ഒക്കെ മനസ്സിൽ ഈമാൻ അല്ലാഹു തആല ഇട്ടു തന്നില്ലേ? അത് അല്ലാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. ആ ഈമാൻ നമ്മുടെ ഹൃദയത്തിൽ കിട്ടിയത് എങ്ങനെയാണ്? നമുക്ക് ഈമാൻ ലഭിച്ചത് എങ്ങനെയാണ്? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാന്മാർ അതാ അറബിക്കടലും താണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് ഇന്നുള്ളത് പോലുള്ള യാതൊരു വാഹനങ്ങളും ഇല്ലാത്ത കാലത്ത് വെറും പായക്കപ്പലിൽ കയറിയിട്ട് ജീവനും പണയം വെച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാം അവരിവിടെ പ്രചരിപ്പിച്ചതല്ലേ? അവരന്ന് അധ്വാനിച്ചില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമുക്കിവിടെ ഈമാൻ കിട്ടുമായിരുന്നോ? ഇവിടെ മുസ്ലിമീങ്ങൾ ഉണ്ടാകുമായിരുന്നോ? ഇനി ചോദിക്കട്ടെ, ബദരീങ്ങളെ പേര് നിങ്ങൾ പറയാറില്ലേ? നിങ്ങൾ ബദരീങ്ങളെ സ്നേഹിക്കുന്നില്ലേ? ഉഹദീങ്ങളെ സ്നേഹിക്കുന്നില്ലേ? അതേ ഖൈബറിലും ഖന്തക്കിലും പോയ മഹാന്മാരെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അവര് സ്വന്തം ശരീരത്തിലെ രക്തവും മാംസവും ശരീരവും കൊടുത്തുകൊണ്ടല്ലേ അന്ത്യനാൾ വരെ ഇവിടെ ധാരാളം മുസ്ലിമീങ്ങൾ ഉണ്ടാകാൻ വേണ്ടി അവരുടെ സ്വന്തം ശരീരം അവരങ്ങ് ബലിയർപ്പിക്കുകയല്ലേ? അവരവിടെ അതാ പണയം വെക്കുകയല്ലേ? വജാദൂ ബി അംവാലിൻ
وباعوا نفوسهم لدين الهدى في كل موطن غزوة. നമുക്കറിയാമല്ലോ, യാതൊരു ആയുധബലവുമില്ലാത്ത സമയത്ത്, അംഗബലമില്ലാത്ത സമയത്ത് ഉള്ള മുസ്ലിമീങ്ങളെ മുഴുവൻ അങ്ങ് കൊന്നൊടുക്കാമെന്ന നിലയ്ക്ക് മക്ക മുശ്രിക്കീങ്ങൾ അവരെ നാടും വിട്ട് 400-ലധികം കിലോമീറ്റർ താണ്ടിയിട്ട് മദീനയുടെ സമീപത്തുള്ള പ്രദേശമായ ബദറിലേക്ക് എത്തിയപ്പോൾ അവരെ നേരിട്ടുകൊണ്ടല്ലേ പരിശുദ്ധ ഇസ്ലാം ഇവിടെ നിലനിർത്തിയത്. ആ പരിശുദ്ധ ഇസ്ലാമിന്റെ അനുയായികൾ അന്ത്യനാൾ വരെ ഉണ്ടാകാൻ വേണ്ടി അവരുടെ ശരീരം തന്നെ കൊടുക്കുന്നതിന് ബദരീങ്ങൾക്ക് വിഷമം തോന്നിയില്ലല്ലോ. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരട് കൊടുക്കുമ്പോ ഹംസ റളിയല്ലാഹു അൻഹുവിന് പ്രയാസം തോന്നിയില്ലല്ലോ. കാരണം റസൂലുള്ളാഹിന്റെ ഉമ്മത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകണമെങ്കിൽ എന്റെ കരട് കൊടുക്കണോ, കൊടുക്കാൻ തയ്യാറാണ്. എന്റെ ശരീരം കൊടുക്കണോ, കൊടുക്കാൻ തയ്യാറാണ്. എന്റെ അവയവം കൊടുക്കണോ, കൊടുക്കാൻ തയ്യാറാണ്. അത്രയും പ്രയാസങ്ങൾ അനുഭവിച്ച് അവര് സ്വർഗം സമ്പാദിച്ചെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അതാ ആ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, അതുപോലെ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, സുബ്ഹാനല്ലാഹ്, നമ്മുടെ മുൻഗാമികളായ ബദരീകളെയും മുഹദീകളെയും ഭാര്യമാര് അവര് സ്വന്തം ഭർത്താക്കന്മാർ മരണപ്പെട്ട വിവരമറിയുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാലും ബാക്കിയുണ്ടല്ലോ, അള്ളാന്റെ ദീൻ ഇവിടെ നിലനിൽക്കുമല്ലോ എന്ന നിലക്ക് ആ ഭാര്യമാര് സഹിച്ചില്ലേ, അവരെ മക്കള് സഹിച്ചില്ലേ, കുടുംബം സഹിച്ചില്ലേ? എന്തിനായിരുന്നു അത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകൾ ധാരാളം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാനല്ലേ. എന്നാൽ ഉമ്മമാരെ, അതാ ഗർഭം ചുമന്നിട്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ഒരു കുട്ടിയെ പ്രസവിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ കുട്ടിയുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ 100 കണക്കിന് ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന മോമിനീങ്ങൾ, മുഹമ്മദുർ റസൂലുള്ളാഹ് പറയുന്ന മോമിനീങ്ങൾ, ഖുർആൻ എടുത്തോതുന്ന മോമിനീങ്ങൾ, സ്വലാത്ത് ചൊല്ലുന്ന മോമിനീങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന കുട്ടികൾ നിങ്ങളെ സന്താന പരമ്പരയിൽ 100 കണക്കിന് ജനിക്കുമെങ്കിൽ ഒരു കുട്ടിക്ക് നിങ്ങൾ ജന്മം നൽകുന്നതിനാൽ അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എത്രയാണ് ഉമ്മമാരെ? എനിക്ക് പ്രസവിക്കാൻ കഴിയില്ലെന്ന് ചിന്തിക്കുന്നതിന് പകരം ഉമ്മമാരെ, പൊന്നാര നബിന്റെ ഉമ്മത്തുകളെ ധാരാളം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ധാരാളം പ്രസവിക്കാൻ സന്നദ്ധമാണെന്നല്ലേ ഭർത്താക്കന്മാർക്ക് ധൈര്യം പകരാനും മനക്കരുത്ത് പകരാനും നിങ്ങൾ പറയേണ്ടത് ഉമ്മമാരെ. അല്ലാഹുവിൽ തവക്കുലാക്കി അല്ലാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തുകളുടെ വർദ്ധനവിന് വേണ്ടി നാം വിവാഹം കഴിക്കണം, അതിനുവേണ്ടി സന്താനോൽപാദനം നടത്തണം. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുകയും ഞാൻ അവിടെ പല നബിമാരും അവരുടെ ഉമ്മത്തുകളുമായി വരുമ്പോ എന്റെ ഉമ്മത്തുകളെ വർദ്ധനവ് കാണിച്ച് എനിക്ക് സന്തോഷം കൊള്ളാമല്ലോ, എനിക്ക് അഭിമാനിക്കാമല്ലോ. നിങ്ങൾ ധാരാളം പ്രസവിക്കുന്ന പെൺകുട്ടികളെ വിവാഹം കഴിക്കുമേ. മുശ്രിക്കീങ്ങളുടെ സ്വഭാവത്തിന്റെ ഒരു ചെറിയ ചായ്വ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? ഈമാനില്ലാത്തവരുടെ സ്വഭാവത്തിന്റെ ഒരു ചെറിയ ചായ്വ് നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ? അതുകൊണ്ട് അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണർത്തുകയാണ്. ഞാൻ ദീർഘിപ്പിച്ച ആ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ സഹോദരന്മാരെ, അതേ നമ്മൾ എവിടെയും ഒരു കാര്യം ചിന്തിക്കണം. ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പ്രസവം നിർത്തിയാലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ അങ്ങനെ വല്ലതും നടന്നാലോ നമ്മൾ ആരെയും ചീത്ത പറയാനോ കുറവാക്കാനോ പോകണ്ട, ആരെയും നിസ്സാരപ്പെടുത്താൻ പോകണ്ട. ചിലപ്പോൾ ശാരീരികമായ രോഗം കൊണ്ടോ മറ്റോ അതാ നിർബന്ധിതമായ അവസ്ഥയിൽ ചിലപ്പോൾ അത് ചെയ്യേണ്ടി വന്നാൽ അഥവാ പ്രധാനപ്പെട്ട യോഗ്യന്മാരായ നീതിമാന്മാരായ സത്യസന്ധന്മാരായ നല്ലവരായ ഡോക്ടർമാര് പരിശോധിച്ച് ഇനി ഇവൾ ഗർഭം ചുമക്കുകയാണെങ്കിൽ അവളുടെ ജീവന് ഹാനി വരുമെന്നോ മറ്റോ പറഞ്ഞാൽ ചിലപ്പോൾ ശസ്ത്രക്രിയകൾ നടത്തേണ്ടി വരും. അത് തെറ്റുള്ളതല്ല, അതും നമ്മൾ കണ്ടേക്കണം, അതും നമ്മൾ അറിഞ്ഞേക്കണം. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തു എന്ന് വെച്ച് ചെയ്തവരെ കുറ്റം പറഞ്ഞ് നമ്മൾ ആഖിറ നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, അവനവൻ
അവനവന്റെ കാര്യമാണ് അവനവൻ ചിന്തിക്കേണ്ടത്. അവനവന്റെ കുടുംബത്തിന്റെ കാര്യമാണ് അവനവൻ ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരെ വിളിച്ചുപദേശിക്കാനല്ലാതെ മറ്റാരെയും നിസ്സാരപ്പെടുത്താനോ കുറവാക്കാനോ നമുക്ക് അധികാരമില്ല കേട്ടോ. സബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അതേ മുഅ്മിനായ മുസ്ലിമായ മനുഷ്യനെ ചീത്ത പറയൽ അത് തമ്മാടിത്തമാണ്, പടച്ച റബ്ബിന്റെ വഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടലാണ്. വഖിതാലുഹു കുഫ്ർ. ഒരൊറ്റ മനുഷ്യനെയും കൊല്ലാൻ പാടില്ല. അതേ അഥവാ നീ മറ്റൊരു മനുഷ്യരെ കൊല്ലാൻ കത്തിയെടുത്തിറങ്ങിയാലോ, നീ ഒരു മുഅ്മിനിനോട് പോരാട്ടത്തിനിറങ്ങിയാലോ, വഖിതാലുഹു കുഫ്ർ. മുഅ്മിനായ മനുഷ്യനോട് പോരാട്ടം നടത്തുന്നത് കുഫ്റാണ്, സത്യനിഷേധമാണ്, നന്ദികേടാണ്. പലപ്പോഴും അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ തന്നെ കാരണമാകുന്ന തെറ്റാണ്. അതുകൊണ്ട് മോനെ, ഒരൊറ്റ മനുഷ്യനെയും കൊല്ലരുതെന്ന് മാത്രമല്ല, ഒരാളോട് ശണ്ട കൂടാൻ പോകരുത് കേട്ടോ, കുഴപ്പമുണ്ടാക്കാൻ പോകരുത് കേട്ടോ, പ്രശ്നമുണ്ടാക്കാൻ പോകരുത് കേട്ടോ. പണത്തിന് വേണ്ടി കൊലവിളി നടത്തുന്നൊരു കാലമല്ലേ ഇത്? രാഷ്ട്രീയത്തിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന കാലമല്ലേ ഇത്? ഗ്രൂപ്പിന് വേണ്ടി പരസ്പരം കൊല്ലുന്ന കാലമല്ലേ ഇത്? പരസ്പരം കല്ലെടുത്തെറിയുന്ന കാലമല്ലേ ഇത്? പരസ്പരം ചീത്ത പറയുന്ന കാലമല്ലേ ഇത്? ഓ മനുഷ്യ, ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ തന്നെ തല്ലുണ്ടാക്കുന്ന കാലമല്ലേ ഇത്? ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ ബാപ്പ മരിച്ചാൽ സ്വത്ത് ഭാഗിക്കുന്ന തർക്കത്തിൽ പരസ്പരം മാറുപിടിക്കുന്ന കാലമല്ലേ ഇത്? ഉമ്മ മരിച്ചാൽ ആ സ്വത്തിന് വേണ്ടി പരസ്പരം തല്ലുകൂടുന്ന കാലമല്ലേ ഇത്? മിണ്ടാതിരിക്കുന്ന കാലമല്ലേ ഇത്? ഓ പാടില്ല മോനെ, നീ ഓർത്തോളണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം പ്രത്യേകമായി തന്നെ അവസാനത്തെ ഹജ്ജ് നിർവഹിക്കുന്ന സമയത്ത് അവിടുന്ന് പ്രത്യേകം പറഞ്ഞ കാര്യം നീ കണ്ടോ? പ്രത്യേകമായി ഓർമ്മിപ്പിച്ച വിഷയം കണ്ടോ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അവിടുന്ന് പറയുന്നു, ഫഇന്ന ദിമാഅകും വഅംവാലകും അലൈക്കും ഹറാമുൻ കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ ഇലാ യൗമി തൽഖൗന റബ്ബകും അലാ ഹൽ ബല്ലൗതു. ഓ ജനങ്ങളെ, അതാ വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ട ദിവസമല്ലേ? ആ വലിയ മഹത്തായ ദിവസത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാൾ ദിവസത്തെ പ്രസംഗത്തിൽ അവസാനത്തെ ഹജ്ജിന്റെ ദിവസം അവിടുന്ന് പറയുകയാണ്, ഈ ദിവസം ഏതാണെന്നൊക്കെ ചോദിച്ച് വളരെ പുണ്യമുള്ള ദിവസമാണെന്നും ഇത് പുണ്യമുള്ള സ്ഥലമാണെന്നും എല്ലാം സമ്മതിപ്പിച്ചതിന് ശേഷം അവിടുന്ന് പറയുന്നു, ഓ ജനങ്ങളെ, ഫഇന്ന ദിമാഅകും, നിങ്ങളുടെ രക്തമുണ്ടല്ലോ, വഅംവാലകും, നിങ്ങളെ സമ്പത്തുണ്ടല്ലോ, അലൈക്കും ഹറാമുൻ കഹുർമതി യൗമികും ഹാദാ ഫീ ശഹരികും ഹാദാ ഫീ ബലദികും ഹാദാ. ഈ ഹറമിന്റെ പവിത്രത നിങ്ങൾ കാണുന്നില്ലേ? ഈ ദുൽഹജ്ജ് 10ന്റെ ബഹുമാനം നിങ്ങൾ കാണുന്നില്ലേ? ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത നിങ്ങൾ കാണുന്നില്ലേ? ആ പവിത്രത നിങ്ങൾ കണക്കിലെടുത്തോളണം. ആ പവിത്രത പോലെ നിങ്ങളുടെ രക്തങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ അഭിമാനങ്ങളും നിങ്ങൾക്ക് പവിത്രതയുള്ളതാണ് കേട്ടോ. മറ്റൊരു മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന ഒരു വാക്ക് പോലും സംസാരിച്ചു പോകരുത്, ഒരു കണ്ണുകൊണ്ട് പോലും ഇശാറത്താക്കി പോകരുത്, ഒരു കൈ കൊണ്ട് പോലും പരിഹസിച്ചു പോകരുത്, മറ്റൊരാളെ നിസ്സാരപ്പെടുത്തി സംസാരിച്ചു പോകരുത്. അതുപോലെ നിങ്ങൾ മറ്റൊരു മനുഷ്യന്റെ മാംസം കൊത്തി വലിക്കരുത്, ഗീബത്തും നമീമത്തും പറയരുത്, മറ്റൊരാളെ ചീത്ത പറയരുത്, അതുപോലെ മറ്റൊരുത്തന്റെ സമ്പത്ത് നിങ്ങൾ കയ്യിലാക്കരുത്, ഒരു മനുഷ്യന്റെ രക്തവും നിങ്ങൾ ചിന്തരുത്. അതെല്ലാം വല്ലാതെ പവിത്രതയുള്ളതാണ് കേട്ടോ. അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കാതെ അത് പിച്ച് ചീന്തുന്നത് ഹറാമാണ് കേട്ടോ. അവസാനത്തെ ഹജ്ജിൽ പ്രത്യേകമായ ഉപദേശം നൽകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് പറയുന്നു, ഇലാ യൗമി തൽഖൗന റബ്ബകും, നിങ്ങളെ റബ്ബിന്റെ അടുക്കൽ നിങ്ങൾ എത്തിച്ചേരുന്നത് വരെ നിങ്ങളിത് ശരിക്കും ഓർത്തോളണം കേട്ടോ. അലാ ഹൽ ബല്ലഗതു, ഞാൻ നിങ്ങൾക്ക് ശരിക്ക് പറഞ്ഞു തരേണ്ടതൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ? ഞാനൊന്നും മൂടി വെച്ചിട്ടില്ല. എന്റെ രാജാവിന്റെ അടുക്കൽ എന്റെ സമുദായത്തിന് പഠിപ്പിക്കേണ്ട ഒരു കാര്യവും ഞാൻ പഠിപ്പിക്കാതെ നിന്നിട്ടില്ല. ഞാൻ പഠിപ്പിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോ സഹാബത്ത് പറയുന്നു, അതേ നഅം, അവിടുന്ന് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് നബിയെ. അപ്പോഴാ പറയുന്ന, അല്ലാഹുമ്മ ശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാകണേ.
നമുക്ക് തമ്മിൽ തല്ലാൻ പാടുണ്ടോ? നമുക്ക് തമ്മിൽ ചീത്ത പറയാൻ പാടുണ്ടോ? നമുക്ക് തമ്മിൽ അതാ സണ്ട കൂടാൻ പാടുണ്ടോ? ഓ മുഅ്മിനേ, മുഅ്മിനീ